എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രചന ആകെപ്പാടെ തകർന്നു പോയി. രചന ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. ആദിയുടെ അങ്ങനത്തെ ഒരു ചോദ്യം ആദ്യം ചോദിച്ചാൽ തനിക്ക് എത്ര അച്ഛനുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു മുന്നിൽ രചന പതറിപ്പോയി. നിനക്കൊരച്ഛൻ മാത്രമേ ഉള്ളെന്ന് പറയുമ്പോൾ തൻ്റെ അങ്കിൾ എന്ന് പറയുന്ന അയാൾ ആരാന്ന്, അങ്കിൾ എന്ന് പറഞ്ഞ സഹോദരനാണല്ലോ. ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് ആദ്യം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ രചന വല്ലാതെ ആയിപ്പോയി. കാരണം രചനയ്ക്ക് അതിന് ഉത്തരം പറയാൻ വേണ്ടിയില്ല. അവൻ ചെറിയ കുട്ടിയല്ല, അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ തനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെയായിട്ടും ആകാശ് തൻ്റെ കഴുത്തിൽ താലി ആർത്തിയിട്ടില്ല. ആകാശിനോട് ഇത് പറയുമ്പോഴല്ല ആകാശ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അവൻ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കും തോറും അവന് നാണക്കേട് കൂടി വരും. അവന് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതിനും എന്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. ഇപ്പം തന്നെ അവൻ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നാളെ ഇനി പ്രിൻസിപ്പളിൻ്റെ മുന്നിലേക്ക് എങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ടി സി തന്നുവിടാനായിട്ടാണ് വിളിക്കണേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ രചനയ്ക്ക് സഹിച്ചില്ല. ആകെപ്പാടെ സമനില ഇട്ടുന്ന പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഈ സമയത്ത് ഇഷിത മഹേഷിൻ്റെ അരിയിലേക്ക് വരുവാണ്. പിന്നീട് മഹേഷിനോട് ആദ്യയെക്കുറിച്ച് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പിന്നീട് ഇരുന്നിട്ട് കാര്യമില്ലോ. പിന്നീട് മഹേഷിനെ വിളിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ പറയണം. ആദ്യം ഒരു കുട്ടിയുടെ മൂക്കിടിച്ചു തടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ കംപ്ലൈൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവരിപ്പം കംപ്ലൈൻറ്റ് കൊടുക്കണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഏകദേശം ഒരു സമ്മതിച്ച മട്ടിലാന്നൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് സഹിച്ചില്ല. മഹേഷിന് ഭയങ്കര വിഷമമായിപ്പോയി. മഹേഷ് പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ രചന ആകാശം കൂടെ കൂടിയിട്ട് ജുവനൽ ഹോമിലേക്ക് എത്തിക്കും. അവർ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ ജുവനൽ ഹോമിലേക്ക് വിടൂലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്ടത പറഞ്ഞ്, തൽക്കാലത്തേക്ക് വിഷമിക്കൊന്നും വേണ്ട, ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആദ്യം വിട്ട് കിട്ടുവാണെങ്കിൽ, നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അവനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എൻ്റെ മോനായിട്ട് ഇപ്പം ഞാൻ ചിപ്പിമോളെ നോക്കുന്നില്ലേ, അതുപോലെ തന്നെ ഞാൻ ആദ്യം നോക്കിക്കോളാം എന്നൊക്കെ ഇഷ്ടത പറയുവാണ്. ഇത് കേട്ട് ഞാൻ മഹേഷ് പറഞ്ഞു, അറിയാലോ കോടതിയുടെ ഉത്തരവുണ്ട്. കോടതി അവനെ വിട്ടുകൊടുത്തിരിക്കുന്ന രചനയ്ക്കാണ്. പക്ഷേ ഇനിയിപ്പോൾ അവൻ തന്നെ വിചാരിക്കണം. ആദ്യം വിചാരിച്ചാൽ മാത്രമേ അവനെ നമ്മളോട് വരാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അവനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടം പറഞ്ഞ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവൻ തന്നെ വിചാരിക്കണം എന്ന് പറയാം. എനിക്ക് ഉറപ്പുണ്ട് മഹേഷേ, ആദ്യം നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അവൻ അതേ കാലം അവിടെ പിടിച്ചിരിക്കാണ്ട് പറ്റില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, മിക്കവാറും ഇനിയിപ്പോൾ രചന മഹേഷിനെ വിളിക്കുമായിരിക്കും. സ്കൂളിൽ ചെല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ട് വിളിക്കുമായിരിക്കും എന്ന് പറയാണ്. ഞാൻ അങ്ങോട്ടേ ചെല്ലട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം മഹേഷ് ഇങ്ങനെ ആലോചിച്ചു, എന്താ ചെയ്യണ്ടേ ഒന്നും അറിയത്തില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയായിപ്പോയി. കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും രചന മഹേഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അതെ, നാളെ രാവിലെ സ്കൂളിൽ വരെ ഒന്ന് വരണം, ആദ്യയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാന്ന് പറയണം. അത് കേട്ടപ്പം മഹേഷിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി. ഇനി സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും പ്രിൻസിപ്പൾ എന്താ പറയാൻ പോണേ, എന്തിനാ വിളിപ്പിക്കണമെന്ന് എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷേ എങ്കിൽ ഈശ്വര ധൈര്യം കൊടുത്തു. മഹേഷ് പോവാതിരിക്കരുത്, പോകണം, ആദ്യയുടെ കാര്യമാണ്. ആദ്യം മഹേഷിൻ്റെയും കൂടെ മോനാണ്. ഇവിടെ നമ്മുടെ ഒരു അനാസ്ഥ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് വിഷമോ. ഒന്നുമല്ലേലും ഈ ആകാശം എന്ന് പറയുന്നവന് അവന് രണ്ടാം ഭർത്താവല്ലേ രചനയുടെ. ആദ്യം അയാളും തമ്മിൽ യാതൊരു ബന്ധമില്ല. പക്ഷെ മഹേഷിൻ്റെ സ്വന്തം ചോരയാണ് ആദ്യം. അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവനെ പോയി രക്ഷിക്കേണ്ട കടമ മഹേഷിനില്ലേ എന്നൊക്കെ പറഞ്ഞ് മഹേഷിൻ്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കണം. ഈ സമയത്തൊക്കെ സ്വപ്നവല്ലി ആകെപ്പാടെ സമനില തെറ്റിയ മട്ടിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലെന്നുള്ള അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മഞ്ജിമ. പിന്നീട് ഡോക്ടർ വന്നിട്ട് ഇഷിതയോട് പറഞ്ഞു, ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, എന്താണെങ്കിലും കുഴപ്പമില്ല, എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മഞ്ജിമേച്ചയുടെ ജീവൻ തിരികെ വേണമെന്ന് പറയണം. കാരണം അങ്ങോട്ടേക്ക് കയറി പോകാനായിട്ട് സ്വപ്നവല്ലി ഇരിക്കുന്നതുകൊണ്ട് സാധിച്ചില്ല. പിന്നെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് സ്വപ്നവല്ലിയോട് പറഞ്ഞു, അമ്മ ഇവിടെ ഇരിക്കണ്ട, അമ്മ ഒരു കാര്യം ചെയ്യുക, അവിടെ പോയി കിടക്കുക, അമ്മയ്ക്ക് അല്ലെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, ഇനി ഉറക്കളച്ചിരുന്നിട്ട് അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവണ്ടെന്ന് പറയണം. ഇത് കേട്ട് സ്വപ്നവല്ലി പറഞ്ഞു, എനിക്ക് അവിടെ പോയിരുന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല എന്ന് പറയണം. എൻ്റെ മോളിങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ അത് ഞാനൊക്കെ ഇവിടെ ഇല്ലേ, അമ്മ പോയി കിടന്നോളാൻ പറയണം. അങ്ങനെ സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. അവിടെ അടുത്ത റൂമിലേക്ക് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഇഷിത മഞ്ജുമേയുടെ അടുത്തേക്ക് വന്നു. ഇഷിത ഫുഡൊന്നും കഴിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മഹേഷ് വിളിച്ചിട്ട് പോലും നിർബന്ധിച്ചിട്ട് പോലും ഇഷിത ഫുഡ് കഴിക്കാൻ പോകാൻ തയ്യാറായില്ല. പിന്നീട് ഇഷിത മഞ്ജുമേയുടെ അടുത്ത് പോയി ഇരിക്കുകയാണ്. രാത്രി മൊത്തം ഒരുപോലെ കണ്ടുറങ്ങാതെ
ഇഷിത മഞ്ജിമയുടെ അടുത്ത് തന്നെ ഇരുന്നു. മഞ്ജിമയുടെ കണ്ണു തുറക്കുന്നുണ്ട്, ബോധം തെളിയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം ഒരു പോറൽ പോലും സംഭവിക്കാതെ തിരികെ കിട്ടണം, ആ ഒരു ചിന്ത മാത്രമേ ഇഷിതയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കാരണം മഞ്ജുമേച്ചിക്ക് ഇതുവരെയായിട്ടും അയാളുടെ വൃത്തികെട്ടവൻ്റെ സ്വഭാവം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്. ഒരുപക്ഷെ അയാൾ ഫ്രോഡാന്നുള്ള കാര്യം ചേച്ചി തിരിച്ചറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അയാൾക്ക് വേണ്ടിയിട്ട് മരിക്കാനായിട്ട് ഒരുങ്ങില്ലായിരുന്നു എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജിമ പതുക്കെ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു. മഞ്ജിമനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി സ്വപ്നവലിക്ക്. പിന്നീട് സ്വപ്നവലി എന്നിട്ട് പറഞ്ഞു, എന്ത് പരിപാടിയാണ് മോളെ നീ കാണിച്ചേ? ഞങ്ങളെല്ലാം പേടിച്ചു പോയല്ലോ. ദേ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നൊക്കെ പറയാണ്. ഇത് കേട്ടത് മഞ്ജിമയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകിയതല്ലാതെ മഞ്ജിമ ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, അതെ അധിക സമയം സംസാരിപ്പിക്കണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോയി സ്വപ്നവലി പറഞ്ഞു, അവളിവിടെ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മോളുടെ ജീവൻ തിരികെ കിട്ടി. അവളെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ജീവൻ പോലും തിരികെ കിട്ടില്ലായിരുന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണേ എന്ന് ചോദിക്കുകയാണ് സ്വപ്നവലിയോട്. ഇന്നലെ രാത്രി മൊത്തം ഒരുപോലെ കണ്ണുറങ്ങാതെ ഊണും ഉറക്കമില്ലാതെ നിങ്ങളുടെ മോളെ നോക്കിയത് ആരാന്നറിയാവോ? ഇഷിത ഡോക്ടറാന്ന് പറയണം. ശരിക്കും പറഞ്ഞാൽ അവരോടാണ് നന്ദി പറയേണ്ടത്. എല്ലാ കാര്യത്തിനും ഇഷിത ഡോക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മോളുടെ ജീവൻ ഇപ്പം തിരിച്ചു കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ ഇഷിതയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഇന്ന് വരെ ഒരാളുടെ ജീവൻ അപകടപ്പെടുത്താനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല. എത്രയോ ജീവൻ രക്ഷിച്ച ഡോക്ടറാണെന്നറിയാവോ? ഇവിടെ ഉള്ളവരോട് ചോദിച്ചു നോക്കുക ഡോക്ടർ ഇഷിത ആരാ എന്താന്നൊക്കെ. ശരിക്കും നിങ്ങൾ ഇഷിത ഡോക്ടറെ മനസ്സിലാക്കാത്തതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം സ്വപ്നവലിക്ക് ഒന്നുമില്ല, ഒരു മിണ്ടാട്ടം പോലും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോഴേക്കും ഇഷിതയിലൂടെ നടന്നു വരുന്നുണ്ട്. ആ സമയത്ത് മഹേഷ് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, ബാ നമുക്ക് കാപ്പി കുടിക്കാമെന്ന് പറയാൻ വിളിക്കണം. ഇഷിത പറഞ്ഞു, മഹേഷ് പോയിക്കോ, രാവിലെ മഹേഷിന് സ്കൂളിലേക്ക് പോകണ്ടല്ലേ, വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പോയിക്കോ, ഞാനിവിടെ ഉണ്ടായിരിക്കും എന്ന് പറയണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറയാം. അല്ല ഒന്ന് വന്ന് ഫ്രഷ് ആയിട്ട് പോന്നാൽ വേണ്ട, സാരമില്ല, ഞാനിവിടെ നിന്നോളാം, വേണേ അമ്മേനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയണം. അങ്ങനെ സ്വപ്നവലിയെ ചെന്ന് വിളിച്ചപ്പോൾ സ്വപ്നവലി പറഞ്ഞു, ഞാനിപ്പോൾ വരുന്നില്ല എന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ വന്നേ, അമ്മ വീട്ടിൽ വന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, ഇവിടെ ഇപ്പോൾ ഇഷിതയുണ്ടല്ലോ എന്ന് പറയണം. പിന്നീട് സ്വപ്നവലി അങ്ങോട്ട് പോവാണ്. അതിനുശേഷം ആദിയുടെ അടുത്തേക്ക് രചന ചെല്ലുവാണ്. രചന എന്ത് സമയത്ത് ആദ്യം ഇങ്ങനെ ഒന്നുമില്ലപ്പെട്ട് അങ്ങനെ ഇരിക്കുവാണ്. ഈ സമയത്ത് രചന എന്നിട്ട് പറഞ്ഞു, അതെ ആദ്യം നീ വരുന്നില്ല സ്കൂളിലേക്ക് എന്ന് ചോദിക്കാം. ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയാം. എടാ വരണം, വരാതിരിക്കാൻ പറ്റില്ല, പ്രിൻസിപ്പാൾ വിളിപ്പിച്ചേക്കുമല്ലേ എന്ന് ചോദിക്കണം. ഞാൻ വരുന്നില്ല, എനിക്ക് ആ സ്കൂൾ ഇഷ്ടമില്ല. എടാ കയ്യെ കാലെ പിടിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നിന്നെ അവിടെ തന്നെ പഠിപ്പിക്കണമെന്ന് പറയാം. എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞില്ലേ ആ സ്കൂള്, എന്നെ അവിടെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു, ഇതേ ആദ്യം വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ എന്നൊക്കെ പറയണം. അങ്ങനെ ഒരു വിധത്തിൽ രചന ആദ്യം കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് കിരണിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, ഇന്ദുലേഖ സുഗതനും. അപ്പോൾ SI സുഗതനും ഇന്ദുലേഖയും വന്നു. പിന്നീട് അവരൊന്ന് ഇച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആദ്യം രചനയും കൂടെ അങ്ങോട്ട് വരുന്നത്. ആ സമയത്തും മഹേഷ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പ്രിൻസിപ്പൾ രചനയോട് പറഞ്ഞു, ഇങ്ങനെയാണോ മക്കളെ വളർത്തുന്നത്? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതേ ഈ സ്കൂള് കൊലപാതകത്തിന് വരെ സാക്ഷി പറയേണ്ടതായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അനുവദിക്കുന്നതല്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ രചന പറഞ്ഞു, അല്ല അത് പിന്നെ സാറേ ഒരു തവണത്തേക്കോ മുമ്പ് ഇതുപോലെ വാൺ ചെയ്ത് വിട്ടാലേ, എന്നിട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ മോനെ വളർത്തി വിടുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് മഹേഷ് അങ്ങോട്ട് കയറി വരുന്നത്. പിന്നീട് മഹേഷ് ഓടി ഇരുന്നു. അതിനുശേഷം പ്രിൻസിപ്പൾ പറഞ്ഞു, അതെ നിങ്ങൾ രണ്ടും കൂടെ ഒത്തൊരുമയുടെ പോകുന്നതൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഇവനെ ഇവിടെ സ്കൂളിൽ കൊണ്ട് ചേർത്തേ, എന്നിട്ടോ രണ്ടുപേർക്കും ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പോയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചീത്ത പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയായിപ്പോയി. മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞത്, ഇവരുടെ കുട്ടിക്ക് അപകടം സംഭവിച്ചിരിക്കുന്നത്, ഇനി ഇവർ തീരുമാനം എടുക്കും, ഞങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇവരാണ് തീരുമാനം എടുക്കേണ്ടത്. ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് അതിന് സഹായിക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ പ്രിൻസിപ്പൾ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സുഗതം പറഞ്ഞു, SI സുഗതം പറഞ്ഞു, അത് പിന്നെ സാറേ കേസ് ഫയൽ ചെയ്യാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചേ, പക്ഷേ ഡോക്ടർ ഇഷിതയാണ് പറഞ്ഞത് കേസ് വിലയേണ്ട, ഒരു കുട്ടിയുടെ കാര്യമല്ലേ, ആദ്യയുടെ ജീവിത പ്രശ്നമല്ലേ, അവൻ്റെ ഭാവി നശിക്കും, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഇനി ഇങ്ങനെ മേലായത് ആവർത്തിച്ചുകൂടാ. എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീയുടെ കൂടെ ഈ കുട്ടി വളരുവാണെങ്കിൽ മിക്കവാറും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ഈ കുഴി ആദ്യനെ അവളുടെ അച്ഛൻ്റെ കൂടെ വിടുവാണെങ്കിൽ മിക്കവാറും അതായിരിക്കും സേഫ് എന്ന് എനിക്ക് തോന്നണേന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രചനയ്ക്ക് ഒട്ടും സഹിച്ചില്ല. പിന്നെ ഡോക്ടർ ഇഷിത പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങളിപ്പോൾ കേസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, ഇവൻ്റെ ഇവിടുത്തെ പഠിപ്പ് നിന്നേനം. ഇനി ഞങ്ങളായിട്ട് ഒരു തവണത്തേക്ക് ക്ഷമിച്ചു വിടുക, മേലായാലും ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ അവർ പറയുകയാണ്. ഈ സമയത്ത്
മഹേഷ് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആ പ്രിൻസിപ്പൾ വെച്ച് മഹേഷിനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിച്ച് മഹേഷോട് ഒരു തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം, ഇനി അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല സാറെന്നൊക്കെ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, എല്ലാം കോംപ്രമൈസായി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യയുടെ അടുത്ത് എന്നിട്ട് മഹേഷ് ചോദിച്ചു, എന്ത് പണിയാ മോനെ നീ കാണിച്ചേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എത്ര ഡാഡി ഉണ്ടെന്ന് ചോദിക്കുന്നതോട് ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ മഹേഷ് നിൽക്കുക. അതിനേക്കാളും വലിയൊരു അടിയായിരുന്നു രചനയ്ക്ക് കിട്ടിയത്. രചന ശരിക്കും നാണം കെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനി അധികം വൈകാതെ തന്നെ ഇഷിതയുടെ അരിയിലേക്ക് ആദ്യം തിരികെ എത്തും. കാരണം ആദ്യക്ക് മനസ്സിലാവും ഇഷിത ആരാ എന്താ ഏതാന്നൊക്കെയുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.